പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനം ആശംസിക്കുന്നു. ഇന്നു നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 41-ാം വാക്യമാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ വചനങ്ങൾ യേശുക്രിസ്തു ഗത്സമന തോട്ടത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വചനങ്ങളാണ്. ഇതൊരു സാധാരണ ഉപദേശമല്ല. ഇതാത്മാവിൻ്റെ യുദ്ധഭൂമിയിൽ നിൽക്കുന്ന ഓരോ വിശ്വാസിക്കും നൽകിയിരിക്കുന്ന ദൈവിക മുന്നറിയിപ്പാണ് ഈ തിരുവചനം. ഗത്സമനിലെ രാത്രിയുടെ ഗൗരവമെന്ത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഗത്സമന എന്നത് വേദനയുടെ സ്ഥലമാണ്, അത് പ്രാർത്ഥനയുടെ സ്ഥലമാണ്. മനുഷ്യ ബലഹീനത വെളിവാകുന്ന ഒരു സ്ഥലമാണ് ഗത്സമൻ. യേശു തൻ്റെ ഏറ്റവും വലിയ പീഡാനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവരോട് പറയുന്നത്, ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ. പക്ഷേ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. പ്രിയ ദൈവമക്കളെ, ഇന്ന് ലോകം ആത്മീയ ഉറക്കത്തിലാണോ? നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോകുന്നില്ലേ? സഭയിൽ ശാരീരികമായി നാം ഒക്കെ ഉണ്ടെങ്കിലും ആത്മീകമായി ഉറങ്ങുന്നവർ വർദ്ധിച്ചിട്ടില്ലേ? ദൈവം ഇന്നും നമ്മോട് പറയുന്നു, ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ. എന്താണ് ആത്മീയ ഉറക്കം? ആത്മീയ ഉറക്കം എന്നത് ശരീരത്തിൻ്റെ ഉറക്കമല്ല, ദൈവ സാന്നിധ്യത്തെ മറക്കുന്നതാണ് ആത്മീയ ഉറക്കം. പാപമല്ലെന്ന് കരുതുന്ന ഒരവസ്ഥ, പ്രാർത്ഥന നാളേക്ക് മാറ്റിവെക്കുന്ന ഒരവസ്ഥ, വിശുദ്ധ കുർബാനയോടുള്ള ആത്മാർത്ഥത കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഇന്ന് സാത്താൻ മനുഷ്യനെ ആദ്യം പാപത്തിലേക്ക് നയിക്കുന്നില്ല, ആദ്യം പ്രാർത്ഥനയിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. കാരണം പ്രാർത്ഥിക്കുന്ന ആത്മാവിനെ വീഴ്ത്തുവാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീനെന്നാണ്. പരീക്ഷകൾ ഒഴിവാക്കാനാവില്ല. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മുടെ പരീക്ഷകൾ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ ആവില്ല. പ്രിയ ദൈവമക്കളെ, യേശു പറഞ്ഞില്ല പരീക്ഷകൾ വരികയില്ല, നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീനെന്നത്. അവൻ പറഞ്ഞത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുക എന്നാണ്. അതിൻ്റെ അർത്ഥം പരീക്ഷകൾ വരും. വിശ്വാസികളുടെ ജീവിതത്തിൽ പരീക്ഷകൾ അത് ഉറപ്പാണ്. പ്രിയ ദൈവ പൈതലേ, ചിലർക്ക് സാമ്പത്തിക പരീക്ഷ, ചിലർക്ക് രോഗം, ചിലർക്ക് കുടുംബ പ്രശ്നങ്ങൾ, ചിലർക്ക് പാപത്തിൻ്റെ ആകർഷണം, ചിലർക്ക് നിരാശ. പക്ഷേ പ്രാർത്ഥനയിൽ നിൽക്കുന്ന ആത്മാവിനെ പരീക്ഷകൾ തകർക്കുകയില്ല എന്ന വലിയ സത്യം നാം ഇന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, അതിനായി നമുക്ക് ആത്മാവിനെ ഒരുക്കമുള്ളതാക്കണം. ആത്മാവ് ഒരുക്കമുള്ളത്, മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ആത്മാവുണ്ട്. നമ്മൾ നല്ലവരാകണം എന്നാഗ്രഹിക്കുന്നു, നമ്മൾ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ദൈവത്തോട് ചേർന്ന് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നു. പക്ഷേ അത് ജഡത്തിൻ്റെ ബലഹീനത, ജഡമോ ബലഹീനമത്രേ എന്ന് ഈ വാക്യത്തിൽ നാം കാണുന്നു. അത് എത്ര ആഴമുള്ള ഒരു വലിയ സത്യമാണ്. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മടുപ്പ് വരുന്നു. വിശുദ്ധ ജീവിതം നയിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ വീഴ്ച സംഭവിക്കുന്നു. ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഹൃദയം കടുപ്പമുള്ളതായി മാറും. അതുകൊണ്ടാണ് നമുക്ക് ദൈവകൃപയുടെ ആവശ്യം. കൃപയില്ലാതെ വിശുദ്ധി അസാധ്യമാണ്. പ്രിയ ദൈവ പൈതലേ, പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് ചരിത്രം പരിശോധിച്ചാൽ വിശുദ്ധന്മാരെ ഒന്ന് നോക്കുക. അവർ എല്ലാവരും മനുഷ്യരായിരുന്നു, പക്ഷേ പ്രാർത്ഥന അവരെ വിശുദ്ധരാക്കി.
മരുഭൂമിയിൽ പിതാക്കന്മാർ രാത്രിയിൽ മുഴുവൻ ജാഗരിച്ചു പ്രാർത്ഥിച്ചു. ഇവരെല്ലാവരും പ്രാർത്ഥനയുടെ മനുഷ്യർ തന്നെയായിരുന്നു. നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന പ്രാർത്ഥന, യേശു തമ്പുരാൻ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന നാം നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന ആത്മാവിനെ ഉണർത്തുന്ന ഒന്നാണ്. ഇന്നത്തെ ലോകത്തിന്റെ പരീക്ഷണമെന്ന് പറയുന്നത്, ഇന്ന് ലോകം നമ്മെ തിരക്കിലാക്കുന്നു. ഫോൺ, സോഷ്യൽ മീഡിയ, വിനോദങ്ങൾ, ആശങ്കകൾ, ഇവയെല്ലാം കൊണ്ട് നാം ഇന്ന് വളരെ തിരക്കിലാണ്. മനുഷ്യന് സമയമില്ല, പക്ഷേ സമാധാനവുമില്ല. എന്തുകൊണ്ട്? കാരണം ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട ഒരു അനുഭവം. പ്രാർത്ഥന നഷ്ടപ്പെട്ട കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടും. പ്രിയ ദൈവമക്കളെ, കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഒരുമിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ അത് സാത്താൻ ഭയപ്പെടുന്ന കുടുംബങ്ങളായിരിക്കും. രാത്രിയിൽ ഒരു ചെറിയ ജപമാല ചൊല്ലി, ഒരു സങ്കീർത്തനം വായിച്ച്, ഒരു ബൈബിൾ വാക്യം വായിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, ഇവ കുടുംബത്തെ സംരക്ഷിക്കുന്ന ഒരു ആത്മീയ മതിലുകളാണ്. പ്രിയ ദൈവമക്കൾ, മാതാപിതാക്കൾ മക്കളെ പ്രാർത്ഥന പഠിപ്പിക്കണം. അവരെ കുരിശിന്റെ വഴി എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. എന്തായിരുന്നു കുരിശിന്റെ വഴി എന്ന് ചോദിച്ചാൽ, യേശു ഗത്സമനിൽ പ്രാർത്ഥിച്ചു, പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. അത് എൻ്റെ ഇഷ്ടമല്ല, അത് നിന്റെ ഇഷ്ടം. ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന. പ്രാർത്ഥന എല്ലായ്പ്പോഴും നമ്മുടെ ഇഷ്ടം നേടിയെടുക്കുന്ന ഒന്നല്ല, അത് ദൈവഹിതം സ്വീകരിക്കലാണ്. വീഴ്ചയ്ക്ക് ശേഷവും നമുക്ക് മടങ്ങി വരാം. പത്രോസ് വീണു, യേശുവിനെ തള്ളിപ്പറഞ്ഞു, പക്ഷേ അവൻ കരഞ്ഞു, അവൻ പശ്ചാത്തപിച്ചു, അവൻ തിരിച്ചു വന്നു. ഇന്ന് വീണുപോയവർ നിരാശയിലാകരുത്. ദൈവം വീണ്ടും നിങ്ങളെ ഉയർത്തും. വിശുദ്ധ കുർബാനയും ആത്മീയ ജാഗ്രതയുമുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം വീണ്ടും ഉയർത്തും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സഭയുടെ ആത്മീയതയുടെ ഹൃദയം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. അവിടെ യേശു ജീവനോടെ സന്നിഹിതമാകുന്ന ഒരു അനുഭവമാണ്. കുർബാനയിൽ പങ്കെടുക്കുക ആത്മാവ് ശക്തിയാർജിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. പരീക്ഷകളിൽ ജയിപ്പാൻ നമുക്ക് പ്രാർത്ഥന അനിവാര്യമാണ്. പ്രിയ ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചും ജാഗരിച്ചും കൊണ്ട് ഇരിപ്പീനെന്നാണ്. അവസാന കാലങ്ങളിൽ വിശ്വാസം തണുത്തു പോകുമെന്ന് തിരുവചനം മുന്നറിയിപ്പ് നൽകുന്ന ഒരു തിരുവചനമാണത്. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, ഉണർന്നിരുന്നു പ്രാർത്ഥിക്കണം, നിങ്ങൾ ജാഗരിക്കണം, നിങ്ങൾ ഉണർന്നിരുന്നു ജാഗരിക്കണം. പ്രിയ ദൈവ പൈതലേ, പ്രിയ ദൈവമക്കളെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയം ഒന്ന് പരിശോധിക്കാം. ഞാൻ പ്രാർത്ഥനയിൽ അലസനാണോ? ഞാൻ ആത്മീയമായി ഉറങ്ങുകയാണോ? ഞാൻ ദൈവത്തെക്കാൾ ഇന്ന് ലോകത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഇന്ന് യേശു നമ്മെ ഉണർത്തുന്നു ഒരു പ്രത്യാശയുടെ സന്ദേശത്തിലൂടെ. ബലഹീനതയുണ്ടായാലും നാം നിരാശപ്പെടരുത്. ദൈവകൃപ അത് ശക്തമാണ്. പ്രിയ ദൈവമക്കളെ, ഒരു ചെറിയ പ്രാർത്ഥന പോലും സ്വർഗത്തെ സ്പർശിക്കും. നിന്റെ ഒരു തുള്ളി കണ്ണുനീർ പോലും ദൈവം കാണുന്നുണ്ട്. പ്രിയ ദൈവ പൈതലേ, പ്രിയമുള്ളവരെ, ഗത്സമനിലെ യേശു ഇന്നും നമ്മെ വിളിക്കുന്നു. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഈ ലോകം കടന്നുപോകും, പക്ഷേ ദൈവവചനം അതെന്നേക്കും നിലനിൽക്കും. അതുകൊണ്ട് നമുക്ക് ആത്മീയ ജാഗ്രതയോടുകൂടി ജീവിക്കാം, പ്രാർത്ഥനയിൽ നിലനിൽക്കാം, പരീക്ഷകളിൽ വീഴാതെ കർത്താവിനോട് ചേർന്നു നടക്കാം. പ്രിയ ദൈവമേ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ. പ്രാർത്ഥനയുടെ ആത്മാവ് ഞങ്ങൾക്ക് നൽകണമേ. പരീക്ഷകളിൽ വീഴാതെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രോഗികളെയും ദുഃഖിതരെയും ആശ്വസിപ്പിക്കണമേ. അവസാനം നിന്റെ നിത്യരാജ്യത്തിൽ ഞങ്ങളെ അവിടുന്ന് ചേർത്തുകൊള്ളണമേ. ആമേൻ.